സ്പോർട്സ് ബീറ്റ് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലത്തെ കളി കണ്ടാണല്ലോ, എന്തൊരു നാണം കെട്ട കളിയാണ്. സത്യം പറഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ അഹങ്കാരം തീർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഇങ്ങനെയൊരു തോൽവി അത്യാവശ്യമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഹങ്കാരം കാരണം മെയിനായിട്ടുള്ള കളിയിൽ ഇപ്പോൾ സെമി ഫൈനൽ ഒരു തോൽവി ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു തോൽവിക്ക് മുമ്പ് ഇങ്ങനെ സൂപ്പറായിട്ടുള്ള ആദ്യത്തെ മത്സരം തന്നെ തോറ്റത് എന്തായാലും ഇന്ത്യൻ ടീമിന് ഗുണകരമായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ കളി സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റയും അടുത്ത കളി പിന്നെ സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളുമായിട്ടാണ് അടുത്ത കളി. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ യോഗം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ടീം പുറത്തായി എന്നതാണ്. ഓസ്ട്രേലിയൻ ടീം അല്ലെങ്കിൽ സിംബാബ്വെക്ക് പകരം ഈ സ്ഥാനത്ത് വരേണ്ടത് ഓസ്ട്രേലിയൻ ടീമായിരുന്നു. ഓസ്ട്രേലിയ അറിയാലോ, ഓസ്ട്രേലിയ സൂപ്പറായിട്ട് ഇങ്ങനെ മെയിനായിട്ട് പോരാട്ടങ്ങളിൽ എന്തൊക്കെ പരമ്പര ഇന്ത്യ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ മെയിനായിട്ട് കളികളിൽ ഓസ്ട്രേലിയ അത്യാവശ്യം സീൻ തന്നെയാണ്. ഇന്ത്യക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും ചില സമയങ്ങളിൽ പറ്റത്തില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2023 വേൾഡ് കപ്പ് ഫൈനലൊക്കെ. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ അടുത്ത കളി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസുമാണ്. വെസ്റ്റ് ഇൻഡീസ് നമുക്ക് അത്ര മോശമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഐ പി എല്ലിൽ തിളങ്ങുന്ന മിക്ക താരങ്ങളും തന്നെ ഇപ്പം വെസ്റ്റ് ഇൻഡീസിലുണ്ട്. അതായത് റൂദർഫോർഡ്, ഹെഡ്മേയർ, എനിക്ക് തോന്നുന്നു അവരുടെ ക്യാപ്റ്റൻ ഷായ് ഹോപ്പും ബ്രാൻഡൻ കിങ്ങും മാത്രമേ ഐ പി എല്ലിൽ കളിക്കാത്തുള്ളൂ എന്ന് തോന്നുന്നു ബാറ്റ്സ്മാൻമാരിൽ. ബാക്കി ഹെഡ്മേയർ, റൂദർഫോർഡ്, അങ്ങനെ ചില താരങ്ങൾ. പിന്നെ അവർ സ്പിന്നറാണെങ്കിലും അക്കിൽ ഹുസൈൻ അടിപൊളി ബോളറാണ്, നല്ല സ്പിന്നാണ്. അപ്പം അങ്ങനെ പലരും തന്നെ വെസ്റ്റ് ഇൻഡീസ് ടീം കിടു ടീം തന്നെയാണ് ഈ തവണ ലോകകപ്പ് ടീമിന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അടുത്ത രണ്ട് കളി എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ടീമിന് അതീവ നിർണായക കളിയാണ്. അതായത് സിംബാബ്വെയായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ടും. സിംബാബ്വെ അറിയാലോ, ഒരു കളി മഴ കാരണം അങ്ങോട്ട് നിർത്തി വെച്ചേണ്ടി വന്നു. ബാക്കി എല്ലാ കളിയും തന്നെ സിംബാബ്വെ ജയിച്ചു. അതായത് ഓസ്ട്രേലിയ പോലെയുള്ള വമ്പൻ ടീമുകളെ അട്ടിമറിച്ചാണ് സിംബാബ്വെ വന്നേക്കുന്നത്. ഇന്ത്യൻ ടീമിനെ അട്ടിമറിക്കാനുള്ള ശേഷിയും അവർക്കുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ മെയിനായിട്ട് ഇന്ത്യൻ ടീമിലെ പ്രശ്നമെന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻമാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബാറ്റ്സ്മാൻമാരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിങ്കു സിങ്ങിനെ ബാറ്റിങ്ങിൽ ഇറക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ കളി വരെയാണെങ്കിലും അവസാനത്തെ ഒരു ഓവറൊക്കെയാണ് റിങ്കു സിങ്ങിന് കിട്ടാറുള്ളൂ. അപ്പം എന്തായാലും അക്സർ പട്ടേൽ ഇപ്പം രണ്ട് കളി ഇറങ്ങിയില്ലെങ്കിൽ പോലും അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, അത്രയും പേര് തന്നെ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദർ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറൗണ്ടർമാരായതുകൊണ്ട് അവർക്ക് എന്തായാലും ഇറക്കേണ്ടി വരും. അപ്പോൾ അവരൊരു 7ാം സ്ഥാനം വരെ ഇറക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിങ്കു സിങ്ങിനെ